നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളിലേക്ക് നൽകാനായി പോകുന്ന ചില പ്രധാന കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഭഗവാന്റെ 2 വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങൾ ഈ 2 ചിത്രങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിനായി ഏവരും ചെയ്യേണ്ടത്, നിങ്ങളുടെ വിഷമതകൾ, പ്രയാസങ്ങൾ എല്ലാം ഭഗവാന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് 3 വട്ടം ഉരുവിട്ടുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ മുൻപിൽ ആ പ്രയാസങ്ങളെല്ലാം ഇറക്കി വച്ച് ഈ 2 ചിത്രങ്ങളിലേക്ക് മാറി മാറി നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏത് ചിത്രത്തോടാണ് കൂടുതൽ ആകർഷണം തോന്നിയത് എങ്കിൽ, മനസ്സ് പറയുന്നത് എങ്കിൽ, ആ ചിത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഒരു നിമിഷം പരാമർശിച്ച പോലെ ചെയ്യുക. ഏവരും ഭഗവാന്റെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ഓം നമോ നാരായണായ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമമോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആ ദുരിതങ്ങളോ, ഭഗവാന് മുന്നിൽ നിങ്ങൾ വച്ചിരിക്കുന്നതായ പ്രാർത്ഥനകളോ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ചിത്രം ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നെഗറ്റീവായ ചിന്തകൾ എല്ലാം ഒഴിവാക്കി പോസിറ്റീവായ ഊർജത്തോടെ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഭഗവാന്റെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഒരു അവ്യക്തതയിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. എന്താണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അതേക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടതായ പണമോ ലഭിക്കേണ്ടതായ പണമോ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുമോ, അത്തരം ചില സംശയങ്ങളുണ്ട്. അല്ലെങ്കിൽ മനസ്സിൽ പല വിധത്തിലുമുള്ള സംശയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. നിങ്ങൾ വളരെ നിഷ്കളങ്കരായ വ്യക്തികളാണ്. അതായത് മനസ്സിൽ ഒന്ന് വച്ച് പുറമെ മറ്റൊന്ന് പ്രകടിപ്പിക്കുക എന്നത് നിങ്ങൾക്ക് സാധ്യമായ കാര്യമല്ല. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാത്തതായ ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. നിങ്ങൾക്ക് പലപ്പോഴും പല രീതിയിലും ചതികൾ ജീവിതത്തിൽ നേരിടേണ്ടതായ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളായി തന്നെ പരാമർശിക്കാം. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരും എന്നാൽ തിരികെ ലഭിക്കുന്നത് നിങ്ങൾക്ക് വിഷമകരമായ കാര്യങ്ങളുമാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
നിങ്ങൾക്ക് ചില മാറ്റങ്ങൾക്കുള്ള സാഹചര്യം ഉരുത്തിരിയുന്നു എന്നതാണ് വാസ്തവം. അതായത് ആ ഇരുണ്ട കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. ധനപരമായി നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ചില വിഷമതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസരം നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം. ഈ സമയം നിങ്ങളെ ചതിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചതിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അവരെ നിങ്ങൾക്ക് അല്പം അകറ്റി നിർത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നതായ വേദനകൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം തൊഴിലാണ് എങ്കിലും അതൊരു അനുഗ്രഹമായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്നവർക്ക് ഒരു വഴി കടന്നു വരാവുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. നിങ്ങൾക്ക് ഈ സമയം ചില ഉപദേശങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് പറയാം. ഈ സമയം നിങ്ങൾ ഈ ഒരു അബദ്ധം കാണിക്കാൻ പാടുള്ളതല്ല. അതായത് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കാതെ നിങ്ങൾ തന്നെ ആ കാര്യം പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് തീർച്ചയായും വലിയൊരു വിജയം കടന്നു വരാൻ പോകുന്നു എന്നൊരു സൂചന ലഭിക്കുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിജയ സമയം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നു. ഈ സമയം ശ്രദ്ധയോടെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിക്കണം എന്നും നിങ്ങളുടെ വിജയങ്ങൾ തടസ്സപ്പെടണം അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങൾ നഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പല വ്യക്തികളും നിങ്ങൾക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ അത്തരം ചില ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. ഇതിന് പുറത്തു നിന്നുള്ള വ്യക്തികൾ തന്നെ ആകണം എന്നില്ല. ബന്ധുക്കളാകാം, കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമാകാവുന്നതാണ്. സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളെ മറ്റുള്ളവർ തളർത്തുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളെ വല്ലാതെ അവഗണന വേട്ടയാടുന്ന സാഹചര്യമുണ്ട്. ഉറക്കം പോലും നഷ്ടപ്പെട്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പല രീതിയിലും നെഗറ്റീവായ ഊർജത്തിന്റെ ഒരു പ്രഭാവം നിങ്ങളെ അലട്ടുന്നതായ സാഹചര്യം പോലുമുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് പരീക്ഷണങ്ങൾ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് വളരെ വിഷമത്തോടെയാണ് എങ്കിലും ചോദിക്കുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ഒരു സന്ദേശം, നിങ്ങൾക്ക് ഭഗവാൻ അഭയം നൽകിയിരിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാൽ തന്നെ തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു കവചം അഥവാ ശ്രീകൃഷ്ണ കവചം തന്നെ ഒരുക്കുന്നു എന്നതാണ് വാസ്തവം. പലരും നിങ്ങളെ താഴ്ത്തി കെട്ടുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ മുരടിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് തന്നെ തടസ്സങ്ങൾ സൃഷ്ടിച്ച ആ വ്യക്തികൾക്ക് ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ അവർക്ക് പരാജയങ്ങൾ, അവരുടെ കർമ്മഫലം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിട്ടുമാറാത്തതായ പ്രശ്നങ്ങൾ, അസുഖങ്ങളുണ്ട് എങ്കിൽ അത് മാറാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം.
ഈ സമയം നിങ്ങൾക്ക് കടന്നു വരേണ്ടത് ആത്മവിശ്വാസമാണ്. ഏത് കാര്യങ്ങളിലും പ്രവർത്തിക്കുവാനുള്ള ഊർജവും ധൈര്യവും നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുകയും വരും ദിവസങ്ങളിൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പോസിറ്റീവായ ഉണർവ് തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുവാനായി പോകുന്നത്. ഈ സമയം നിങ്ങൾ ശത്രുക്കൾക്കെതിരെ പ്രവർത്തിക്കുകയല്ല വേണ്ടത്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അവർ വളരെ ശ്രമപ്പെട്ടിട്ടും പല കാര്യങ്ങളും ഭഗവാൻ തന്നെ തടസ്സപ്പെടുത്തിയ സാഹചര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിലെ രഹസ്യങ്ങൾ അത് തീർച്ചയായും കരിങ്കല്ല് പോലെ ഉറച്ചതാണ് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ മനസ്സിലുള്ള രഹസ്യങ്ങൾ എല്ലാം മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പല കാര്യങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉലച്ചിൽ പല കാര്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളവർ തന്നെയാണ്. അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളിൽ കൂടുതൽ മനസ്സ് വിഷമിക്കാതെ പോസിറ്റീവായ ചിന്താഗതിയോടെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. എത്ര തന്നെ കൊടുങ്കാറ്റാണ് എങ്കിലും, എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യമാണ് എങ്കിലും അതിൽ തളരാതെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്നതായ പ്രശ്നങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് പലപ്പോഴും സ്ഥിരത ലഭിക്കുന്നില്ല എന്നതാണ്. സന്തോഷം കടന്നു വരും, അതേപോലെ തന്നെ ദുഃഖവും കടന്നു വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ധനപരമായും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. പലപ്പോഴും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നത് പോലെ തന്നെ നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യം പോലുമുണ്ട്. എന്താണ് ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പല സ്വപ്നങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നവർ തന്നെയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി കടന്നു വരികയും അത് മുടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ധനപരമാകാം, അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലുമാകാം. ഇത്തരത്തിൽ ഒരു സ്ഥിരത ഇല്ലായ്മ നിങ്ങളെ പല കാര്യങ്ങളിലും വേട്ടയാടുന്ന സമയമുണ്ട്. ചില സമയങ്ങളിൽ മനസ്സ് വ്യതിചലിച്ച് പോകുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് ചിന്തിക്കും, പിന്നീട് ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാതെ മറ്റൊരു കാര്യത്തിലേക്ക് മനസ്സ് നീങ്ങും. ഇത്തരത്തിൽ മനസ്സിനെ നിങ്ങൾക്ക് പലപ്പോഴും പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നില്ല. മനസ്സ് പല കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിനാണ് ഇപ്രകാരം ചിന്തിച്ച് കൂട്ടുന്നത് എന്ന് നിങ്ങൾക്ക് പോലും തോന്നുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു വിഷമമുണ്ട്. അത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കഠിനാധ്വാനം ചെയ്യുന്നവരും കഠിനാധ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഒരിക്കലും അതിൽ എതിരല്ല നിങ്ങൾ എന്നതാണ് വാസ്തവം. എന്നാൽ എത്ര തന്നെ കഷ്ടപ്പാടുകൾ സഹിച്ചും മുന്നേറണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുന്ന ചില അനുഗ്രഹങ്ങൾ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത്. ഈ സമയം ചില പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നത് പോലെ ചില പ്രശ്നങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കിയാൽ മുക്തി ലഭിക്കും എന്ന വിശ്വാസത്താൽ അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള സാധ്യതകളുണ്ട്.
ഈ സമയം ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നു, വിജയങ്ങൾ കടന്നു വരുന്നു, ചില അനുകൂല സാഹചര്യങ്ങളും കടന്നു വരാം. ഈ സമയം ചില കാര്യങ്ങൾ പാതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് പൂർണ്ണമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സമയബന്ധിതമായി തന്നെ ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. താൽക്കാലികമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമാക്കുവാൻ സാധിക്കുന്ന അതൊരു തൊഴിലാകാം അല്ലെങ്കിൽ മറ്റൊരു കാര്യമാകാം. ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നു എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമാകാം. അതൊരു വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വൈകി എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഇതിൽ ഒരിക്കലും നിങ്ങൾ ഭഗവാനെ കുറ്റപ്പെടുത്തേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നു എന്നൊരു തോന്നൽ അല്ല. അതല്ല വേണ്ടത്. മറിച്ച് നിങ്ങളിലേക്ക് നൽകേണ്ടത് അത് കൃത്യമായി ഭഗവാൻ നൽകുകയും അത് നിങ്ങളിൽ കാലാകാലത്തോളം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം ഭഗവാനുണ്ട്. അതിനാൽ തന്നെയാണ് ചില കാര്യങ്ങൾ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് നൽകുന്നത്. അതിനാൽ തന്നെയാണ് ചില കാര്യങ്ങൾക്കുള്ള കാത്തിരിപ്പിന് ഒരു വിരാമം നിങ്ങളിലേക്ക് കടന്ന് വരുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം ഭഗവാനിൽ നിങ്ങൾ പൂർണ്ണമായും ആത്മസമർപ്പണം നടത്തേണ്ടതായ സമയമാണ്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ സൂചനകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മുന്നോട്ടുള്ള വഴിയിൽ പല കാര്യങ്ങളിലും ഗുണകരമായി ഭവിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം ദോഷങ്ങൾക്ക് ഒരു പരിഹാരം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരിക. എന്നാൽ ഈ സമയം ചില വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് അബദ്ധങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരാം എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നതിനാൽ തന്നെ പലപ്പോഴും പല വ്യക്തികൾക്കും നിങ്ങളെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ സ്വന്തമായ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരായി മാറും. ഈ സമയം എപ്പോൾ നിങ്ങളുടെ ഭാഗ്യം വരും എന്ന ചിന്തയേക്കാൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓർത്തിരുന്ന് ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. ക്ഷമ ഈ സമയം നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ഈ സമയം ചില വ്യക്തികൾ നിങ്ങളോട് കള്ളം പറയുക, അത്തരത്തിൽ ചില നാടകങ്ങൾ കളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഇത് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കടന്നു വരാം. ഈ സമയം സ്നേഹിച്ചവരിൽ നിന്നും അല്ലെങ്കിൽ വിശ്വസിച്ചവരിൽ നിന്നും ചില കാര്യങ്ങളിൽ അവഗണനകൾ നേരിടുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നേരിടുവാനുള്ള ശക്തി ഈ സമയം നിങ്ങൾക്ക് അല്പം കുറഞ്ഞു എന്ന് വരാം. എന്നാൽ കൃത്യമായി അവരെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളെക്കാൾ മറ്റു ചില വ്യക്തികൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ചില സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് വിലപ്പോകില്ല എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾക്ക് ഭാഗ്യമില്ല എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ഈ സമയം മടി പിടിച്ചിരിക്കരുത് എന്ന കാര്യം ഓർക്കുക. ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ചിലർ തളർത്താൻ നോക്കി എന്ന് വരാം, ചിലർ നിങ്ങളെ പരിഹസിച്ചു എന്ന് വരാം. എന്നാൽ ലക്ഷ്യത്തിലേക്ക് അതൊന്നും തടസ്സമായി മാറരുത് എന്ന കാര്യം ഓർക്കുക. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തൂ.